ഇനി ഈ 5 വിരലുകള് പഞ്ചഭൂതങ്ങളെ കാണിക്കുന്നു. ഈ ചെറുവിരൽ കാണിക്കുന്നതാണ് നമ്മുടെ ഭൂമി. എത്ര ചെറുതാണ് നമ്മൾ ഇന്ന് കാണിക്കുക. ഭൂമി കുറച്ചല്ലേ ഉള്ളൂ, വെള്ളല്ലേ കൂടുതൽ. ചെറുവിരല് ഭൂമിയെ പ്രതിനിധീകരിക്കുന്നു. ഭൂമിയുടെ പ്രത്യേകത എന്താ? സർവം സഹയാണ്, അമ്മയെ പോലെ. എന്തൊക്കെ കൊടുത്താലും വാങ്ങിക്കും. ഒരു സ്വർണത്തിന്റെ കഷ്ണം വലിച്ചെറിഞ്ഞാലും, ഒരു കരിക്കട്ട വലിച്ചെറിഞ്ഞാലും, ഇനി കുറച്ച് ചീഞ്ഞഴുകിയ സാധനം വലിച്ചെറിഞ്ഞാലും ഭൂമി സന്തോഷത്തോടെ സ്വീകരിക്കും. അതാണ് നമ്മൾ പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം. ഈ പ്രകൃതിയിലേക്ക് നോക്കൂ. മനുഷ്യനെ പോലെ അഹങ്കാരം ഉള്ള ഒരു ജീവജാലങ്ങളും ഇല്ല. ഈ ചെറുജീവികൾക്കോ അല്ലെങ്കിൽ മൃഗങ്ങൾക്കോ ഒന്നും സ്പർദ്ധയില്ല, അല്ലെ? മനുഷ്യന്റെ മനസ്സാണ് പ്രശ്നം. ശരീരം ഒരു പ്രശ്നം ഉണ്ടാക്കണില്ല അത്രേ. മനസ്സാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. ചിന്തകളാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. ഭൂമിയെ പോലെ സർവം സഹയാവാൻ നമ്മൾ പഠിക്കണം. ഒന്നാമത്തെ ഭൂമിയുടെ തത്വം. ഇനി രണ്ടാമത്തെ വിരൽ കാണിക്കുന്നത് ജലം ആണ്. രാവിലെ തുളസി തീർത്ഥം കുടിക്കുമ്പോൾ ഗ്ലാസ് ഇങ്ങോട്ട് എടുത്തിട്ട് എന്താ ചെയ്യുക? ഇങ്ങനെ ഒരു മുക്കല, അല്ലേ? മുതിര വരല മുക്കുക. കാരണം ജലം ജീവനെ സൂചിപ്പിക്കുന്നു. ജീവൻ എവിടുന്നാ ഉണ്ടായത്? ജലത്തിൽ നിന്നാ. അപ്പൊ കുട്ടികൾ ചോദിക്കും, എങ്ങനെയാ ജലത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ മരിക്കുകയല്ലേ ചെയ്യുക? ചെറുതാകുമ്പോൾ സ്കൂളിൽ എന്താ പഠിപ്പിച്ചത്? ജലത്തിൽ നിന്നും ജീവൻ, കാർബണിക സംയുക്തങ്ങൾ ചേർന്ന് ആദ്യം ഉത്ഭവിച്ചു. ആദ്യത്തെ അവതാരം എന്താ? മത്സ്യാവതാരല്ലേ? ജലത്തിലല്ലേ ഉണ്ടായത്. അപ്പൊ ജലത്തെ സൂചിപ്പിക്കുന്നു. ജലം എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? സർവ്വതിനെയും ശുദ്ധീകരിക്കാനുള്ള കഴിവ് ജലത്തിനുണ്ട്. സർവരുടെയും ക്ഷീണം മാറ്റി കൊടുക്കാനുള്ള കഴിവ് ജലത്തിനുണ്ട്. വേറൊന്നിനും ഇതില്ല. അപ്പം ആ യാത്രയൊക്കെ ചെയ്ത് ഇങ്ങനെ ഓടി കയറിയിട്ട് വന്നു. ഇവിടെ തൊഴുന്നതിലും കൂടുതൽ നിങ്ങൾക്ക് എന്തായിരിക്കും? കയറ്റം കയറി ഇറങ്ങിയൊക്കെ വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം, അല്ലേ? ആ ക്ഷീണം പെട്ടെന്ന് മാറും. വിശന്ന് വലഞ്ഞ് ഉച്ചയ്ക്ക് കയറി വരുന്ന വ്യക്തിയോട് വരൂ ഒത്തിരി ചോറുണ്ടാന്ന് പറഞ്ഞാൽ ആദ്യം എന്താ പറയാ? ഒരു ഗ്ലാസ് സംഭാരം ഇങ്ങോട്ട് പോരട്ടെ, അല്ലേ? അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങോട്ട് തരൂ. ജലത്തിന്റെ മഹിമ ഭാഗവതം പറയുന്നുണ്ട്. ജലത്തെയാണ് ഈ മോതിര വിരൽ കാണിക്കുന്നതെങ്കിൽ നടുവിൽ ഉയർന്നു നിൽക്കുന്നില്ലേ, ഞാനാണ് കേമൻ എന്ന് പറഞ്ഞിട്ട് ഈ മൂന്നാമത്തെ വിരൽ കാണിക്കുന്നതാണ് അഗ്നി. അഗ്നിയെയാണ് മൂന്നാമത്തെ വിരൽ കാണിക്കുന്നത്. ഇനി അതിനും ഇപ്പുറത്തായിട്ട് ആരുണ്ട്? നമുക്കെല്ലാം ആദ്യം മുതലേ വേണ്ടത് എന്താ? ജീവവായു. വായുവിനെ നാലാമത്തെ വിരൽ പ്രതിനിധീകരിക്കുമ്പോൾ അഞ്ചാമതായിട്ട് നമ്മൾ ഇങ്ങനെ ഒരാളെ ചൂണ്ടുമ്പോൾ മുകളിലേക്ക് നോക്കി ഒരാൾ നിൽക്കുന്നില്ലേ? ഇത് ആകാശത്തെ പ്രതിനിധീകരിക്കുന്നു. ഇപ്പൊ പഞ്ചഭൂതങ്ങളായില്ലേ? ഇതെല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. എന്നാലും നമ്മൾ എന്താ ചെയ്ത്? തെരഞ്ഞുകൊണ്ട് നടക്കുക.